റഹീസ് റഷീദുണ്ട് ഊട്ടുപുരയിൽ നിന്നും. റഹീസ് റഷീദ്, നമ്മൾ നേരത്തെ ഒന്ന് ഊട്ടുപുരയിൽ പോയിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറായി, ആൾക്കാർ വരുന്നു, കഴിക്കുന്നു, പോകുന്നു, അങ്ങനെ കൊടുത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കൊന്നൊരു 3500ഓളം ആളുകൾ, 4000ഓളം ആളുകൾക്ക് പ്രഭാത ഭക്ഷണവും 5000ഓളം ആളുകൾക്ക് ഉച്ചഭക്ഷണവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു തടസ്സവുമില്ല അല്ലേ? ഊട്ടുപുരയിലും കാര്യങ്ങൾ വൃത്തിയായി തന്നെ, വെടിപ്പായി തന്നെ മുന്നോട്ട് പോകുന്നു പഴയിടത്തിന്റെ നേതൃത്വത്തിൽ. റഹീസ് റഷീദ് ഭക്ഷണം കഴിച്ചോ രാവിലെ? ഇല്ലാരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഡെസ്കിൽ നിന്നൊരു ലൈവ് വരാമോ എന്ന് ചോദിച്ചു വിളിച്ചത്. എനിക്ക് പിന്നെ ഊട്ടുപുരയിൽ നിന്നൊരു ലൈവ് വരാമെന്ന് പറഞ്ഞ് അങ്ങ് നിന്നാണ്. ഇതാണ് വലിയൊരു വിശാലമായൊരു ഊട്ടുപുര. ഇഷ്ടം പോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. രാവിലെ നല്ല ദോശയും ഇഡ്ഡലിയും പഴം പുഴുങ്ങിയതും സാമ്പാറും ചമ്മന്തിയുമൊക്കെയാണ്. ഉച്ചത്തേക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഓരോന്നോരോന്ന് പഴയിടം ഇവിടെ ഉണ്ട്, അതിനിടയിൽ നിന്ന് ആക്കുകയാണ്. കണ്ടോ, ദോശ ഇനിയും കുന്നോളം ദോശയുണ്ട്. വരുന്ന ആളുകൾക്കെല്ലാം ഇഷ്ടം പോലെ കഴിക്കാം. ഇവിടെ പായസത്തിനും മറ്റുമുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഓരോന്നോ അടുപ്പി കയറി ഇതാ ഉള്ളിയൊക്കെ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിക്കുകയാണ് അവർ. അതിൻ്റെ പരിപാടിയിലാണ്. ഇവിടെ പായസമായി. പഴയിടം ഇവിടെ ഉണ്ട്. പായസം 2 കൂട്ടം പായസം ഇതിനകം തന്നെ, 2 കൂട്ടം പായസം ഇതിനകം തന്നെ. ഒരു കൂട്ടം പായസം എന്നാണ് പറഞ്ഞത് റഹീസ്. അല്ലല്ല, ഇത് പായസമല്ലേ? പാലട 2 പാലട. ഇത് പായസോ? ശരി, അത് തീയലാണ്. ഞാൻ കടലപ്പായസമാണ് എന്ന് വിചാരിച്ചു. അല്ല, അത് തീയലാണ്. പഴയുടെ ഇവിടെ ഭയങ്കര തിരക്കിലാണ്. എത്രത്തോളമായി? സെറ്റായി. അടിപൊളിയായി. എന്തൊക്കെയാ ഉച്ചയ്ക്ക്? 10 കൂട്ടം വിഭവങ്ങളോട് കൂടിയ സദ്യ, പാലട പ്രഥമൻ, നോർത്ത് ഇന്ത്യൻ്റെ വെജിറ്റബിൾ പുലാവ്, ചപ്പാത്തി, ചില്ലി ഗോബി, വെജിറ്റബിൾ കുറുമ, പിന്നെ സലാഡ് പിക്കിള്. നോർത്ത് ഇന്ത്യൻസിന് അവർക്ക് പറ്റുന്ന ഭക്ഷണം. രാവിലെ പക്ഷേ അവർക്ക് ദോശയൊക്കെ തന്നെയാണോ? രാവിലെ അവർക്ക് ദോശ. രാവിലെ എല്ലാവരും ദോശ കഴിക്കുമല്ലോ. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതല്ലേ. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ? അതെ. നോക്കാം. എത്ര പേർക്കുണ്ട്? 5000 പേർ. അതാണ് പുതിയൊരു എക്സ്പീരിയൻസ്. നോർത്ത് ഇന്ത്യൻ ആളുകൾക്ക് ഉച്ചയ്ക്ക് പറ്റുന്ന തരത്തിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഒരു പ്രധാന ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമ്മൾ കരുതി. പക്ഷേ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ വൃത്തിയായി തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പഴയിടത്തിന്റെ നേതൃത്വത്തിൽ. അവിടെ ഊട്ടുപുരയിലും കാര്യങ്ങൾ പുരോഗമിക്കുന്നു. പ്രധാന വേദിയിൽ ഇപ്പോൾ അയ്യപ്പ ഭജനമുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തും. അതോടുകൂടി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യും. പിന്നീട് മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ചർച്ച പ്രധാന വേദിയിൽ. ശബരിമലയെ ആത്മീയ ടൂറിസമായി കേന്ദ്രമായി സർക്യൂട്ടായിട്ട് പ്രഖ്യാപിക്കുന്ന ചർച്ച രണ്ടാമത്തെ വേദിയിൽ. മൂന്നാമത് ക്രൗഡ് മാനേജ്മെന്റ്, തിരക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെക്കുറിച്ച് ജേക്കബ് പുന്നൂസ് അധ്യക്ഷത വഹിക്കുന്ന മറ്റൊരു സെഷൻ. ഈ 3 സെഷനുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. വൈകുന്നേരം വരെ അർത്ഥപൂർണ്ണമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കട്ടെ. എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ടോപ്പ് ലെവലിലാണ് അവിടെ എല്ലാ അറേഞ്ച്മെന്റും നടത്തിയിരിക്കുന്നത്. ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലാണ് ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരു കുഞ്ഞിടവേള വേണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇടവേളയ്ക്ക് ശേഷം തിരികെ